യുദ്ധത്തിൽ ഒരു സമാധാന നിലപാട് കൈക്കൊള്ളുകയെന്നത് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന നെതന്യാഹു എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. വെടിനിർത്തൽ കരാർ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഹമാസിന്റെ വർദ്ധിച്ചു വരുന്ന ശേഷി തന്നെയാണ് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അതിലൊരു സംശയവുമില്ല. പക്ഷെ തന്റെ തോൽവി ലോകം കാണുകയാണെന്ന നാണക്കേട് മറയ്ക്കുവാനായി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നെതന്യാഹുവിന് ഇപ്പോൾ സാധിക്കുന്നുമില്ല. ലോക മനസാക്ഷി ഞെട്ടിച്ച് മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന കൊലകൾ നടത്തിയ ഇസ്രായേൽ പറഞ്ഞ വാക്കിൽ നിലയുറപ്പിക്കുമെന്ന് ലോകം ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വേണ്ടി വന്നാൽ വീണ്ടും യുദ്ധം തുടരുമെന്ന നെതന്യാഹുവിന്റെ പുതിയ വാക്കുകൾ എന്നതിലും യാതൊരുവിധ സംശയവും വേണ്ട. ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നായിരുന്നു നെതന്യാഹു നടത്തിയ പുതിയ പ്രസ്താവന. ലെബനനിലും സിറിയയിലും ഇസ്രായേലിനുണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചതെന്നും ഇസ്രായേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നുമായിരുന്നു നെതന്യാഹു വെളിപ്പെടുത്തുന്നത്. യുദ്ധത്തിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെയും തുറന്നു കാണിക്കാൻ നെതന്യാഹു ഒരിക്കലും മറന്നില്ല. അമേരിക്കയുടെ മറവിൽ ഇസ്രായേൽ നടത്തിയ നരഹത്യകൾ തുടരാൻ ഇനിയും അമേരിക്കയെ ഒപ്പം നിർത്തുമെന്നാണ് നെതന്യാഹു തുറന്നു പറയുന്നത്. നേരത്തെ വിട്ടയക്കുന്ന ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിനില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിന് നൽകുകയും ചെയ്തു. ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിലും വെടിനിർത്തലിന് അനുകൂലമായിട്ടാണ് നിന്നത്. മധ്യപൂർവ്വ ദേശത്തിന്റെ മുഖച്ഛായ ഇസ്രായേൽ മാറ്റിയെന്നും പറയാം. ഗാസയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ആക്രമണം പുനരാരംഭിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പോർവിളിയിലും പാലസ്തീനികളെ കൊന്നൊടുക്കുന്തോറും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്നൊക്കെ ലോകത്തിന് മുന്നിൽ തന്റെ പ്രതിച്ഛായ തകർക്കുകയാണെന്ന ബോധ്യം നെതന്യാഹുവിന് ഉണ്ടായില്ല എന്നതിലും സംശയം വേണ്ട. വെടിനിർത്തലിനെതിരെ ഇസ്രായേൽ കനത്ത പ്രതിഷേധങ്ങളാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും യുദ്ധം തുടരണമെന്നും ആവശ്യപ്പെട്ട ഇസ്രായേലികൾ ജെറുസലേമിൽ ഒത്തുകൂടി പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരോടുള്ള വഞ്ചനയാണ് വെടിനിർത്തലെന്നും അമേരിക്കയുടെ സഹകരണത്തോടെ യുദ്ധം തുടരണമെന്നുമാണ് ഇവർ ഉയർത്തുന്ന പ്രധാന ആവശ്യം. ബന്ദികളെ മോചിപ്പിക്കുകയാണ് കരാറിലെത്താനുള്ള നെതന്യാഹുവിന്റെ മറ്റൊരു പ്രധാന കാരണമെന്നത്. ഏകദേശം 100 ഇസ്രായേൽ ബന്ദികളാണ് ഹമാസിന്റെ കൈകളിൽ ഉൾപ്പെടുന്നത്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ പണ്ടേ താല്പര്യമില്ലാത്ത നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ ശക്തി എന്നത് അമേരിക്കയാണ്. അതിലും സംശയമില്ല. അമേരിക്കൻ തലവന്മാരായ ട്രംപും ബൈഡനും കരാറിനു ശേഷം യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം തങ്ങൾക്ക് നൽകിയതായി പറഞ്ഞിട്ടുണ്ടെന്നാണ് നെതന്യാഹു വെളിപ്പെടുത്തുന്നത്. ഇതുവരെ കുറഞ്ഞത് 46,788 പാലസ്തീനികളുടെ, കൂടുതലും സ്ത്രീകളും കുട്ടികളുടെയും ജീവൻ അപഹരിച്ച യുദ്ധത്തിന് അമേരിക്ക നിരന്തരമായ രാഷ്ട്രീയ, സൈനിക, രഹസ്യ, അന്വേഷണാത്മകമായ പിന്തുണ നൽകുന്നുണ്ടെന്നാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. എന്നാൽ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത്. ഞങ്ങളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും ഞങ്ങൾ കൈവരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ ഭരണകൂടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതെല്ലാം വെടിനിർത്തൽ കരാറിനെ വീണ്ടും ഇസ്രായേൽ പ്രഹസനമാക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അങ്ങനെ കരാർ ലംഘനമായി ഇസ്രായേൽ വീണ്ടും എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള തിരിച്ചടി ഒരുപക്ഷെ ഇസ്രായേലിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അതിനാൽ അമേരിക്ക സഹായവുമായി വന്നാലും അതിൽ കാര്യമില്ല. ഇറാൻ, യമൻ അടക്കമുള്ള കൂട്ടാളികൾ ഇസ്രായേലിനെതിരെ പാലസ്തീനു വേണ്ടി രംഗത്ത് വന്നാൽ ഇസ്രായേൽ നേരിടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള പ്രത്യാക്രമണങ്ങളായിരിക്കും എന്നതിലും സംശയമില്ല. യുദ്ധം തുടരാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് പിന്നാലെ ശത്രുവിന്റെ 2 തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് യമൻ സായുധ സേന മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേലിലെ സുപ്രധാന തുറമുഖമായ എയ്ലറ്റിനും യമൻ തീരത്ത് വിന്യസിച്ചിരുന്ന അമേരിക്കൻ വിമാനവാഹിനികൾക്കും നേരെയാണ് ആക്രമണം പ്രധാനമായും നടന്നത്. ആദ്യം ഓപ്പറേഷൻ നടത്തിയത് തുൾഫിക്കർ തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചും രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചുമെന്നായിരുന്നു വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വെളിപ്പെടുത്തുന്നത്. 2 ലക്ഷ്യങ്ങളും വിജയം കണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഗാസ വെടിനിർത്തൽ കാലയളവിൽ രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിന് അനുയോജ്യമായ മറുപടി ലഭിക്കുമെന്ന് ചെങ്കടലിലെ എല്ലാ ശത്രു സൈന്യങ്ങൾക്കും യമൻ സായുധ സേന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇത്തരത്തിൽ ഏതൊരു ആക്രമണം ഉണ്ടായാലും ശത്രുക്കൾ കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് യമൻ നൽകുന്നത്. അതിനാൽ കടുത്ത തീരുമാനങ്ങളൊന്നും ഈ കാലയളവിൽ ഇസ്രായേൽ കൈക്കൊള്ളാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലതും. അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര കണ്ട് വലുതാണെന്ന് ഊഹിക്കാൻ പോലും ഇസ്രായേലിന് കഴിയില്ല.